ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എസിഡി അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങളാർക്കും അറിയാം, നമ്മുടെ SSCയുടെ CHS അല്ലെങ്കിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻസിൻ്റെ എല്ലാം തന്നെ ഫസ്റ്റ് ടയറിൻ്റെ ഒക്കെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടയറിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും ഞങ്ങൾ, അല്ലേ? അപ്പോൾ നമ്മുടെ SSCയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയൊരു നോട്ടീസ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്, ദ കമ്മീഷൻ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് ദ ഫോളോ എക്സാമിനേഷൻ ആസ് പെർ ദ ഗിവൺ ഷെഡ്യൂൾ എന്നുള്ളതാണ്. അതായത് SSCയുടെ ഫസ്റ്റ് ടയർ എക്സാമിനേഷൻ കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ? ഈ നമ്മളെല്ലാം തന്നെ ഈ പറഞ്ഞ രീതിയിൽ അടുത്ത ടയർ, ഈ പറയുന്ന സെക്കൻഡ് ടയർ എങ്ങനെയെങ്കിലും ഈ പറയുന്ന രീതിയിൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് സെക്കൻഡ് ടയറിന്റെ ഡേറ്റ് അവർ എന്തിരിക്കുകയാണ് പറയുന്നത്, പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നോക്കാം. നെയിം ഓഫ് ദി എക്സാമിനേഷൻസ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി 10+2 ലെവൽ എക്സാമിനേഷൻ 2025 ടയർ 2 എന്ന് പറയുന്ന എക്സാമിനേഷൻ്റെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രീതിയിൽ അവർ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് 10 ഏപ്രിൽ 2026 എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 10 ഏപ്രിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നാമത്തെ മാസം, അതായത് ഏപ്രിൽ മാസമാണ്. അതായത് ഏകദേശം ഒരു മാസത്തോളം മാത്രമേ നമുക്ക് സമയം മുന്നിലുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന രീതിയിൽ പരീക്ഷകളെല്ലാം തന്നെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടയറൊക്കെ പാസ്സാവണമെങ്കിൽ അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ സിലബസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാകും, അല്ലേ? അപ്പോൾ ആ ഒരു മോട്ടിവേഷനോട് കൂടി തന്നെ, അല്ലെങ്കിൽ പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഇച്ചിരിയും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾ എത്രത്തോളം എഫോർട്ട് ഈ ടയർ 1 ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫോർട്ട് ഇട്ടിട്ടുണ്ടോ അതിന് ഇപ്പോൾ മാക്സിമം എഫോർട്ട് ഇട്ടാൽ മാത്രമേ ടയർ 2 കൂടെ ചെയ്യാൻ പറ്റുള്ളൂ, പാസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എഫോർട്ട് ഇട്ടുകൊണ്ട് ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലൂടെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇച്ചിരിയും കൂടെ ഓക്കെ നിങ്ങൾക്ക് ഉള്ള ഒരു പൊസിഷൻ, നിങ്ങൾക്കറിയാലോ ഒരു പൊസിഷനുകൾ എത്രയായിരിക്കും എന്നുള്ളത്, അതിന് മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്കാർക്കും അറിയാം, പറയുന്ന നമ്മുടെ CGL എക്സാമിനേഷന് വേണ്ടി കാത്തിരിക്കുന്നവരും കാണും, അല്ലേ? CGL എക്സാമിനേഷനും കാത്തിരിക്കുന്നവരും കാണും. CGL ഭാഗത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ CGL എക്സാമിനേഷൻസിന്റെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതും ഈ പറഞ്ഞ രീതിയിൽ മാർച്ച് മാസം അവസാനത്തോട് കൂടി തന്നെ വരത്തുള്ളൂ. ഓക്കെ, അതായത് ഈ പറഞ്ഞ 30-31 സമയങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ CGLന്റെ എന്ത് ചെയ്യത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ ഇറങ്ങത്തുള്ളൂ. അതിൻ്റെ ഈ പറയുന്ന എക്സാമിനേഷന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഈ പറയുന്ന എക്സാമിനേഷൻ പൊതുവേ അവർ മെയ്-ജൂൺ മാസങ്ങളാണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഈ പറയുന്ന രീതിയിൽ SSC പറയുന്ന രീതിയിൽ ഇടയ്ക്കിടെ ഒരു റൂമർ ഉണ്ടായിരുന്നു, വെൻഡറിനെ മാറ്റും എന്നൊക്കെ ഉള്ളത്. വെൻഡറിനെ ഒന്നും മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എന്നിരുന്നാലും ഈ പറഞ്ഞ ചെറിയ സെക്യൂരിറ്റി അപ്ഡേറ്റുകളൊക്കെ അവർ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ പരീക്ഷാ തീയതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മെയ്-ജൂൺ എന്നുള്ളത് ചിലപ്പോൾ ജൂലൈ ആയെന്ന് വരാം. ഓക്കെ, ജൂലൈ ആയെന്ന് വരാം, പക്ഷേ അതിന് അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന CGL പ്രിപ്പറേഷൻസ്, ഈ പറയുന്ന CHSL അതേപോലെ തന്നെ CGL പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് മുന്നിൽ ചിലപ്പോൾ ഉള്ളത് ഒരു 3-4 മാസമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ വരാൻ പോകുന്ന MDSനൊക്കെ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ MDSന് വേണ്ടിയിട്ട് 2026 MDSന് വേണ്ടി പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നമ്മുടെ ബാച്ചോടെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, താഴെ അറിയിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.